യാത്രയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ടല്ല ഞാൻ എൻ്റെ സഞ്ചാരം തുടങ്ങിയത്. ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ടെലിവിഷൻ മേഖലയെയാണ് ഭ്രാന്തമായി ഇഷ്ടപ്പെട്ടത്. ഈ മതവും ദൈവവും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പാസഞ്ചേഴ്സ് മുകളിലത്തെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കും. മുകളിൽ പിടിക്കാൻ കിട്ടിയൊരു കമ്പിയാണ് ദൈവം. അതേ പിടിച്ചാൽ നമുക്കൊരു ധൈര്യമാണ്, വീഴില്ല. ഒരു ബ്രേക്ക് ചവിട്ടിയാലും നമ്മൾ അതിജീവിക്കും. ആ ഒരു പിടുത്തം അത് വേണ്ടവരും ബലമായിട്ട് അതേ തന്നെ പിടിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ മതമില്ലാതാവുമ്പോൾ തൊഴിൽ രഹിതരാകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം മതങ്ങൾ നിരോധിച്ചാൽ ഉണ്ടാകും. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലില്ലേ? എന്നാൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ വളർന്നുകയും ചെയ്ത എത്ര പേരുണ്ട്? അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണോ? വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? റോഡില്ലാത്തതുകൊണ്ടാണോ? അവരുടെയൊക്കെ സ്കിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട, ഇവിടെ ഒരു ട്രേഡ് യൂണിയനെയും ഭയപ്പെടേണ്ട, ഒരു സർക്കാരിൻ്റെ ലൈസൻസ് വേണ്ട, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇത്രയൊക്കെ മതി? മെനക്കെടാൻ തയ്യാറല്ല. ഈ സോഷ്യൽ മീഡിയയിലെ ചില വാലും തലയില്ലാത്ത ചില ബിറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യുന്നത്, ചില വിഷയങ്ങളെ അനലൈസ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. ഒരു കമൻറ്റ് കണ്ടിട്ട് അഭിപ്രായം രൂപീകരിക്കുന്ന ആളെന്ന് പറയുന്നത് യാതൊരു സ്വയം ബോധവും ഇല്ലാത്ത ഒരാളാണ്. ഈ കമൻ്റ് ഇട്ട ആൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? കേരളത്തിലെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം വിവരമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലയബിളായ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ ഒരു ജനം ഉറങ്ങുന്നതിൻ്റെ ഒരു പകുതി കുറച്ചേ ഞാനൊക്കെ ഉറങ്ങാറുള്ളൂ. ഒരു ദിവസം അനുഭവിക്കുന്ന ടെൻഷനൊക്കെ ചെറുതൊന്നുമല്ല. പക്ഷേ ഈ ടെൻഷനൊക്കെ അനുഭവിക്കുമ്പോഴും നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയി ഒരു ജോലിക്കാരനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രവാസിയായി ജീവിക്കണം തോന്നാത്തതിൻ്റെ കാര്യം എന്താ? നമ്മളെ ചെയ്യുന്നതിനൊരു സംതൃപ്തി കിട്ടുന്നുണ്ട്. MBBS പാസ്സായ അല്ലെങ്കിൽ MD പാസ്സായി എല്ലാവരും പേരെടുത്ത ഡോക്ടർമാരാവുന്നുണ്ടോ? അവരുടെ എല്ലാം വീടിന് മുമ്പ് ക്യൂ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ MBBS പാസ്സായവരെല്ലാം വിദഗ്ധരായ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാവുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ബിസിനസ് തുടങ്ങിയവരെല്ലാം വിജയിക്കാൻ വേണ്ടിയുള്ളതല്ല. അതിന് നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ലും വൈദഗ്ധ്യവും മെയ്വഴക്കവും തന്ത്രജ്ഞതയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ആകും. അവിടെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയാണ് സഞ്ചാരമൊന്നും മനുഷ്യനറിയുന്ന ഒരു സാധനമാക്കി മാറ്റിയെന്നുള്ളതിൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഈ സ്ട്രഗിളിൻ്റെ പകുതിയെങ്കിലും എടുക്കാൻ തയ്യാറുള്ളവരൊക്കെ എന്നേക്കാൾ എടുക്കാനാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനേ അല്ല. ലോട്ടറി അടിച്ചവരെ ആ കാശ് ബാങ്കിൽ നിന്ന് എടുക്കുന്നിടം വരെയുള്ള വാർത്തയല്ലാതെ പിന്നീട് ആരെയും കണ്ടിട്ടില്ല. അവർ ചിലപ്പോൾ സ്വസ്ഥമായ ജീവിതം നയിക്കുന്നുണ്ടാവാം ബുദ്ധിയുള്ളവരാണെങ്കിൽ. അത് ബാങ്കിലിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മിനിമം കാര്യം ചെയ്തിട്ടാണ്. അവരൊരു MA യൂസഫലി ആയി മാറിയത് കണ്ടിട്ടില്ല. അത്രയും കോടികൾ കയ്യിലേക്ക് കിട്ടിയിട്ടും അവർക്കൊരു വലിയൊരു സംരംഭം ഉണ്ടാക്കാൻ പോയ വളരെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭാഗ്യമല്ല ഒരാളെ മിടുക്കനാക്കുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് കടാക്ഷിക്കുമായിരിക്കാം. അത് നിരന്തരം കഠിനാധ്വാനം ചെയ്യുകയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്നവന് വല്ലപ്പോഴും ഒരു ഭാഗ്യം കൂടി അടിക്കുമ്പോൾ അവൻ വൻ വിജയമാകും. ഞാൻ വിചാരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ഭാഗ്യം കടാക്ഷിക്കുന്നുണ്ട്. ഭൂമിയിൽ സ്വർഗം തേടിയവനെ ദൈവം വിളിച്ചു. ഈ യാത്രികൻ്റെ യാത്രകൾ ഒരുപാടായി. സഞ്ചാരത്തിൽ നിന്ന് സഫാരിയിലേക്ക് ഈ യാത്രികൻ എത്തിക്കഴിഞ്ഞു. സൈന സൗത്ത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് കയ്യൊപ്പ്. ഞാൻ റീനു. എനിക്കൊപ്പമുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. സർ, വെൽക്കം. താങ്ക് യു. സർ, ഈ യാത്രകളെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മാറ്റും എന്ന് പറയാം. ഒന്ന്, അവൻ അറിവുകൾ കിട്ടും. രണ്ട്, ഈ ആദ്യത്തെ യാത്രയ്ക്ക് മുന്നേ എല്ലാവർക്കും ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ. ചിലർക്കത് എനിക്ക് ഇന്ത്യ അല്ല, ഏത് രാജ്യമാണെങ്കിലും പുതിയ രാജ്യങ്ങൾ കാണുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. ചിലർക്ക് ഒന്ന് കമ്പയർ ചെയ്യുക. ചിലർക്ക് ലോട്ടറി കിട്ടുന്ന പോലെ ഒരു വിദേശ യാത്രയ്ക്കുള്ള ഒരു അവസരം കിട്ടുക. അങ്ങനെ പലതരത്തിലുണ്ട്. പക്ഷേ സാറിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിങ്ങനൊന്നും അല്ലാതെ ഭ്രാന്തമായി യാത്രകളെ ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് യാത്ര ചെയ്ത ഒരാളാണ്. താങ്കളൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. എപ്പോഴും ലക്ഷ്യങ്ങളിലൂടെയാണ്. ആ ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങുക. അങ്ങനെയാണോ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഒരു വൗ ഫാക്ടർ കൊണ്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? സത്യം പറഞ്ഞാൽ യാത്രയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ടല്ല ഞാൻ എൻ്റെ സഞ്ചാരം തുടങ്ങിയത്. ബാല്യകാലം മുതൽ യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സഞ്ചാരം എന്ന് പറയുന്ന ഇന്ന് നിങ്ങൾ അറിയുന്ന ആ യാത്രകൾ ആരംഭിച്ചത് ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ടെലിവിഷൻ മേഖലയെയാണ് ഭ്രാന്തമായി ഇഷ്ടപ്പെട്ടിരുന്നത്. ടെലിവിഷൻ അല്ല, വിഷ്വൽ മീഡിയ. ആ വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി എന്ത് പുതുമയുള്ള പരിപാടി ഉണ്ടാക്കാമെന്നുള്ളൊരു വലിയ അന്വേഷണത്തിലാണ്. അന്നുവരെ ആരും ചെയ്യാത്ത, ഇന്ത്യയിൽ തന്നെ അന്ന് ട്രാവലോഗുകളില്ല. 97-ലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ട്രാവലോഗ് എന്തുകൊണ്ട് പൊറ്റക്കാടൊക്കെ
അക്ഷരം കൊണ്ട് എഴുതിയ സാധനം നമുക്ക് ക്യാമറ കൊണ്ട് കാണിച്ചുകൂടാ എന്ന ചിന്ത ഉണ്ടാവുകയും അപ്പോൾ അതിൻ്റെ ഒരു 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 പ്രധാന മേഖല ട്രാവലിൻ്റെ ഒരു മേഖലയിലേക്ക് അങ്ങ് കടക്കാം എന്ന് തീരുമാനിച്ച് അപ്പോൾ അന്ന് വലിയ സാഹസികമായ പരിപാടിയാണ് അത്. കാരണം ടെലിവിഷൻ്റെ ആ കാലഘട്ടത്തിൽ 97 ഒക്കെ എന്ന് പറഞ്ഞാൽ ടെക്നോളജി കുറച്ചുകൂടെ പുറകിലാണ്. കോമ്പാക്റ്റായ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഫെസിലിറ്റികളില്ല. അങ്ങനെ അപ്പം ഒത്തിരി ആളുകളുമായിട്ട് പോകാനും പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. വിദേശയാത്ര 90s എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സാഹസ ബുദ്ധിയിൽ അങ്ങ് തുടങ്ങിയതാണ് സഞ്ചാരം. ഇപ്പം സാർ ചെയ്ത യാത്രകളിൽ അവിടെയുള്ള ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ഇപ്പോഴും ഇൻ ടച്ചിലിരിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ യാത്രകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അന്ന് സാർ പറഞ്ഞ പോലെ എൻ്റെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ആ പോയ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് റിവേഴ്സ് മൈഗ്രേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസീസ് വരുന്നുണ്ട്, അതായത് തിരിച്ചു വരാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ സംസാരിച്ച ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചു വരണം എന്നുണ്ട്, പക്ഷെ അങ്ങനെ NRI ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ അതിന് പ്രതീക്ഷ നൽകുന്ന എന്ത് കാര്യങ്ങളാണ് നാട്ടിലുള്ളതെന്ന് എനിക്ക് കുറേ നമുക്കിങ്ങനെ അനർഗളും പറയാൻ വരുവാ. നമ്മൾ ഇന്ത്യയിൽ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയാണ്, ഇന്ത്യയിൽ ഇങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എനിക്ക് അത്രയും ക്ലാരിറ്റിയിൽ അത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പത്രത്തിൽ വായിച്ച അറിവും TV കണ്ട കാഴ്ചകളുള്ളൂ, താങ്കൾ നേരിട്ട് കണ്ടതാണ്. അപ്പം പുറത്ത് നിൽക്കുന്ന ഒരു NRIക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഗ്രോയിങ് എക്കോണമിയാണ്. ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ ആര് ഭരിച്ചാലും ആ വളർച്ച ഉണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ വലിയൊരു മാർക്കറ്റാണെന്നുള്ളതാണ്. ഇത്രയും ഈ ജനസംഖ്യ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ജനസംഖ്യ നമ്മുടെ എക്കോണമിയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേരളത്തിൽ വെച്ചോ അല്ലെങ്കിൽ ബോംബെ വെച്ചോ മഹാരാഷ്ട്രയിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ചോ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് പോലും വേറൊരു വിദേശ മാർക്കറ്റ് പോലും കണ്ടുപിടിക്കേണ്ടതില്ല. അതെ, സിംഗപ്പൂർ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് വേറൊരു രാജ്യത്തെ മാർക്കറ്റ് അവർ കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ആകപ്പാടെ എത്ര പേര് വാങ്ങും അത് ഉണ്ടാക്കിയാൽ? ഇവിടെ 150 കോടി ജനങ്ങളിങ്ങനെ നിൽക്കുകയാണ്. 140 എന്നൊക്കെ പറയുന്നു, 150 ഒക്കെ ആയിട്ടാണ് കണക്കൊക്കെ എടുത്തിട്ട് ഒത്തിരി ആയില്ലേ. അപ്പോൾ ഈ ആ ജനം മുഴുവൻ കൺസ്യൂം ചെയ്യാൻ റെഡിയായി നിൽക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ തീപ്പെട്ടി ഉണ്ടാക്കുന്ന ആൾക്ക് പോലും വിൽക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അതാണൊരു പ്രധാന കാര്യം. നമുക്ക് സ്കില്ലുണ്ടോ, സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇപ്പം ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്നല്ല അതിനർത്ഥം. നമ്മളൊക്കെ ഇന്നും ഈ സംരംഭം നിലനിർത്തുന്ന ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. സാധാരണ ഒരു ജനം ഉറങ്ങുന്നതിൻ്റെ ഒരു പകുതി കുറച്ചേ ഞാനൊക്കെ ഉറങ്ങാറുള്ളൂ. ഒരു ദിവസം അനുഭവിക്കുന്ന ടെൻഷനൊക്കെ ചെറുതൊന്നുമല്ല. പക്ഷേ ഈ ടെൻഷനൊക്കെ അനുഭവിക്കുമ്പോഴും നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയി ഒരു ജോലിക്കാരനായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രവാസിയായി ജീവിക്കണം എന്ന് തോന്നാത്തതിൻ്റെ കാര്യം എന്താ? നമ്മളാ ചെയ്യുന്നൊരു സംതൃപ്തി കിട്ടുന്നുണ്ട്, നമുക്കതിനൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സ്മാർട്ടാണെങ്കിൽ സ്മാർട്ടാകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ അതിനുവേണ്ടി എഫർട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലില്ലേ? എന്നാൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ വളർന്നുകയും ചെയ്ത എത്ര പേരുണ്ട്? അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളാ ചെയ്യാൻ സർക്കാരിൻ്റെ കുഴപ്പം കൊണ്ടാണോ? വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? റോഡില്ലാത്ത കൊണ്ടാണോ? അമേരിക്കയിൽ ചെയ്യുന്ന അതേ പണി ഇവിടെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എത്രയോ ഈ കേരളത്തിലെ അത്യാവശ്യം വിവരവും ബോധമുള്ള ആർക്കും ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യാമായിരുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം എടുക്കുന്ന എത്ര പേരാണ്? കൂടിപ്പോയാൽ കേരളത്തിൽ ഒരു 1500 പേര് കാണും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 2000 പേര് കാണും. നമ്മളറിയുന്ന ഇഫക്റ്റീവ്ലി അല്ലെങ്കിൽ വൻ വിജയമായി മാറിയ ഒരു 1500-2000 പേരേ ഉള്ളൂ. ബാക്കി 3.5 കോടി ജനങ്ങൾ എന്തുകൊണ്ടത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് തോന്നിയില്ല, അതിനുള്ള ആശയം ഉണ്ടാക്കിയില്ല, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ല, അതിനുള്ള ഹോംവർക്ക് ചെയ്തില്ല, അതിനുവേണ്ടി എഫർട്ട് എടുത്തില്ല എന്നുള്ളതാണ്. എഫർട്ട് എടുക്കുന്ന ഒരാൾക്ക് സാധ്യതകളുണ്ട്, ഒരു സംശയം വേണ്ട. അത് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനൊക്കെ സംരംഭം നടത്തുന്നത്. അതെ, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല. അതിനെ മറികടക്കാനുള്ള ടെക്നോളജിയും വഴികളും നയവും തന്ത്രജ്ഞതയും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പാസ്സായ അല്ലെങ്കിൽ MD പാസ്സായി എല്ലാവരും പേരെടുത്ത ഡോക്ടർമാരാവുന്നുണ്ടോ? അവരുടെ എല്ലാം വീടിന് മുമ്പ് ക്യൂ ഉണ്ടാവുന്നില്ലല്ലോ. അപൂർവം ചിലരുടെ മുമ്പിലല്ലേ അല്ലെങ്കിൽ കുറച്ച് പേരുടെ അടുത്തല്ലേ ആളുകൾ ക്യൂ നിന്ന് പോയി കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി നിൽക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ MBBS പാസ്സായവരെല്ലാം വിദഗ്ധരായ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാവുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ബിസിനസ്സിലും. ബിസിനസ് തുടങ്ങിയവരെല്ലാം വിജയിക്കാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾക്കൊരു പ്രത്യേക സ്കില്ലും വൈദഗ്ധ്യവും മെയ്വഴക്കവും തന്ത്രജ്ഞതയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ആകും. ആ തന്ത്രജ്ഞത ഇല്ലാത്തവരെല്ലാം കുറ്റം പറയുന്ന ഒരു സ്റ്റേറ്റിനെ ആയിരിക്കും, ഇവിടുത്തെ സംവിധാനങ്ങളെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, അത് ആരുടെ കുഴപ്പമാണ്? സ്റ്റേറ്റിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും പോരായ്മകൾക്ക് ഒരു കുറവുണ്ടെന്നല്ല ഞാനീ പറയുന്നത്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധ്യതയുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും ലത്താർജിയുള്ള, ഇത്രയും
ഒരു അപ് ടു ഡേറ്റ് അല്ലാത്തൊരു സംവിധാനം വേറെയില്ല. അതൊക്കെ പരിഷ്കരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും എത്രയോ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇപ്പോഴും വളർന്നു നിൽക്കുന്നുണ്ട്. അതെ. അപ്പം സാധ്യതകൾ ഇഷ്ടം പോലുള്ളൊരു കേരളമാണിത്, ഇന്ത്യയാണ്. ഭാവി നമ്മുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചൈനയും ഇന്ത്യയും. കാരണം US ഇപ്പോൾ ഈ ട്രംപ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം തന്നെ അവർക്കുണ്ടായ ഒരു അരക്ഷിതബോധത്തിൽ നിന്നല്ലേ ട്രംപ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അവർ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുള്ളത് കൊണ്ടല്ലേ ഇത്ര ഹാർഷായ തീരുമാനങ്ങളും ടഫായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവർ എടുക്കുന്നതിൻ്റെ കാര്യം. നമുക്ക് എതിരെ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം എന്താ, നമുക്ക് ഇവരൊക്കെ ഇനി ഭീഷണിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥിതി അത്ര സുഗമമല്ല. ഭാവിയിൽ കടം കയറി വലിയ തോതിൽ അവർ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കേരളവും ഇന്ത്യയും ഒക്കെ കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത്. നമ്മൾ പറയാറില്ല. അല്ല, അത് നമ്മൾ അറിയുന്നില്ല. അതാണ് കാര്യം. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില വാലും തലയില്ലാത്ത ചില ബിറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യുന്നത്, ചില വിഷയങ്ങളെ അനലൈസ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അത് ഏത് പണ്ഡിതനായ ഒരാളാണോ, പഠിച്ചിട്ടാണോ, അതൊരു വികാരപരമായിട്ട് എവിടെയോ ഒരു കവലയിൽ ഇരുന്നിട്ട് അടിച്ചു വിടുന്ന പടച്ചു വിടുന്നതാണോ നമ്മൾ അറിയുന്നില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇൻസ്റ്റൻ്റായിട്ട് തോന്നുകയാണ്, ഇത് ശരിയാണല്ലോ, നമ്മൾ 100 പേർക്ക് ഷെയർ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ അടി കമൻറ്റ് ഇടുന്നു, നമ്മളങ്ങ് തീരുമാനം എടുക്കുന്നു. അതിനകത്ത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ആളുകളെ ഈ ഇൻഫർമേഷൻ ഫ്ലഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കുത്തൊഴുക്കാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഇരുന്നിട്ട് സങ്കല്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വളരെ മോശമായ സ്ഥിതിയിലാണെന്ന്. അല്ല, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ്റർനെറ്റ് മുതൽ ടെക്നോളജി മുതൽ ഏത് കാര്യത്തിലാണ് നമ്മൾ പുറകിൽ? സത്യം അല്ലേ? ലോകത്ത് ഇപ്പം അമേരിക്ക കിട്ടുന്ന ഏത് ഫെസിലിറ്റിയാണ് ഇന്ത്യ കിട്ടാത്തതുള്ളത് എന്ന് ചിന്തിച്ച് നോക്കിയേ. സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ പുറകിലാണ്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ചില പുറമാണ്. പക്ഷേ ഫെസിലിറ്റി, ജീവിക്കാനുള്ള ഫെസിലിറ്റി, നിങ്ങൾക്ക് കാശ് മുടക്കിയാൽ അമേരിക്കയിലും കാശ് മുടക്കാതെ ഒന്നും കിട്ടില്ലല്ലോ. അവിടെ കിട്ടുന്ന ഏത് ഫെസിലിറ്റി ഇവിടെ കിട്ടില്ലേ? അമേരിക്കയിൽ ഒരു ഐഫോൺ ഇന്ന് റിലീസ് ചെയ്താൽ നാളെ അല്ല അടുത്ത ആഴ്ച ഇന്ത്യയിൽ വരുമല്ലോ. പണ്ട് നമ്മൾ ഫോറിൻ സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. വിദേശത്ത് വരുന്ന ഒരാൾ കാത്തിരിക്കാൻ വേണ്ടി ഫോറിൻ സാധനം, ഫോറിൻ കുട വരെ, ഒരു കുട പോലും ഫോറിൻ കുട എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കുന്നത്. എൻ്റെ ബാല്യകാലത്തൊക്കെ വിദേശത്ത് വരുന്ന പറയും മടക്കുന്ന കുടയും കൊണ്ടുവരുന്നത്, അതിന് ഫോറിൻ കുട എന്നാണ് പേരിട്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വളർന്ന സമയത്തുണ്ട്. എന്തിനാ ലുങ്കി, ഗൾഫിൽ നിന്ന് വരുന്നവരാ നല്ല തുണിയുള്ള ഈ ലുങ്കിയും കയ്യിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരുമാതിരി പരുത്തി തുണിയായിരുന്നു. ഇതൊക്കെ 80s ജീവിച്ചിരുന്ന ആളുകൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഒരു കാർ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങിയെന്നാ. നമുക്കൊരു അംബാസഡർ കാർ കിട്ടണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമായിരുന്നു, ബുക്ക് ചെയ്തിട്ട് 1.5 വർഷമൊക്കെ. ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ MPയുടെ റെക്കമെൻഡേഷൻ വേണമായിരുന്നു ഒരു കാലത്ത്. 80s 90s കാര്യം ഞാനീ പറയുന്നത്. മരഞ്ഞാട്ടുള്ളിയിൽ നിന്ന് ഞങ്ങളുടെ എറണാകുളത്ത് പ്രിൻറ്റിങ് നടക്കുന്ന പ്രസ്സിലേക്ക് വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ബുക്ക് ചെയ്തിട്ട് 1.5, 2, 3 മണിക്കൂറൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു തെറ്റ് വന്നത് തിരുത്താൻ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് STD ഫെസിലിറ്റി ഇല്ലായിരുന്നു. മരഞ്ഞാട്ടുള്ളിൽ ഒരു STD ബൂത്താണ് ഉണ്ടായിരുന്നത്. അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. 16ാമത്തെ ആളായിട്ട് എനിക്ക് പോയി നിൽക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കേരളവും ഇന്ത്യയും നമ്മൾ സങ്കല്പിക്കുക. ഇന്ന് ലോക നിലവാരമുള്ള ഫെസിലിറ്റികൾ ഇവിടെ കിട്ടുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നോക്കൂ. ഇത്രയും യൂട്യൂബ് വീഡിയോ നിങ്ങൾ തടസ്സമില്ല കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മുതൽ അണ്ടർ സീ ഒപ്റ്റിക്കൽ ഫൈബർ മുതൽ എന്തെല്ലാം ഫെസിലിറ്റികൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാടിനെയും നമ്മുടെ പോരായ്മകളെയും ഒക്കെ പറയുമ്പോഴും ഈ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സാറ്റലൈറ്റുകൾ, ISRO പോലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ മിലിറ്ററി സംവിധാനങ്ങൾ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്ന് പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ പറയും, നാട്ടുകാരുടെയും ആ പട്ടിണി കിടക്കുന്ന ആളുടെയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഗ്രാമത്തിൽ ഒരാൾ ഭക്ഷണമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ, ആരെങ്കിലും അറിഞ്ഞാൽ അവർ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമൂഹം അവർക്ക് ഉള്ള ഭക്ഷണം കൊടുത്തിരിക്കും. മനസ്സിലായില്ലേ? ഇല്ലേ? സാമൂഹ്യ സംഘടനകളാണെങ്കിലും പള്ളിയായിരിക്കാം, വ്യക്തികളായിരിക്കാം, അതിന് തയ്യാറുള്ള ഏത് ഗ്രാമത്തിലും അതിനുള്ള ആളുകളുണ്ട്. ഇല്ലേ? ചികിത്സയ്ക്ക് പോലും ഒന്ന് ആലോചിക്കുക. ഒരാൾക്ക് ഒരു രോഗം വന്നു, അയാൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഇത്ര ലക്ഷം രൂപ വേണം, അപ്പോഴേ ജനം അങ്ങ് ഇറങ്ങി പിരിച്ചു കൊടുത്ത് സഹായിക്കില്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെ അറിയിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ്. അല്ലാതെ ഇന്ന് പട്ടിണി കിടക്കുന്ന ആളുകളെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ പറ്റും. പട്ടിണി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും അതായ പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ആക്സസിബിലിറ്റി ഇല്ലാത്തതും അവിടുത്തെ സാമൂഹ്യ സംഘടനകളുടെ എഫിഷ്യൻസി കുറവും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഗോഡൗണുകളിൽ, നമ്മളുടെ FCI ഗോഡൗണുകളിലൊക്കെ ഒരു 3-4 വർഷത്തേക്കുള്ള ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈയിടെ ഒരു FCIയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ. അല്ലാതെ ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വളരെ അപൂർവം ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചില എണ്ണയൊക്കെ പോലെ ചില സാധനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി സെൽഫ് സഫിഷ്യൻ്റായി നമ്മുടെ രാജ്യം. എന്നാൽ 70കളിലോ 80കളിലൊക്കെ ആയിരുന്നില്ല സ്ഥിതി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു സാധാരണ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെയൊക്കെ പ്രതീക്ഷയിൽ
മാറേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് സിവിക് സെൻസ്. അത് നമുക്ക് യൂറോപ്പിലെയോ അമേരിക്കയിലെയോ ന്യൂസിലൻഡിലെയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വൃത്തി, സൗന്ദര്യബോധം, പ്രകൃതിബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഒരു 2 നൂറ്റാണ്ട് പുറകിലാണ് കിടക്കുന്നത്. ഒരു രക്ഷയില്ല. ശരിയാ, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പോരായ്മ. ഇതെല്ലാം റെഡിയാവുകയും പൗരബോധമുള്ള, സിവിക് സെൻസ് ഉള്ള, സാമൂഹ്യബോധമുള്ള മനുഷ്യരും ഭരണാധികാരികളും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറേയും കൂടെ മെച്ചപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇത് മാറും. എൻ്റെ ഒരു സുഹൃത്ത് ആദ്യം സ്കോട്ട്ലൻഡിലായിരുന്നു, അവിടെ നിന്ന് അമേരിക്കയിൽ പോയി, അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി, അവിടെ നിന്ന് ന്യൂസിലൻഡിൽ പോയി. ഇപ്പോൾ പറയുന്നുണ്ട് ഗൾഫിലോട്ട് മാറിയാൽ സെറ്റിലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. ബാക്കി സ്ഥലങ്ങളൊന്നും നോക്കിയല്ല. അപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളെ പോലെ, ദേശാടന പക്ഷിയെ പോലെ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്ത് പോലുമ്പോൾ വീണ്ടും പ്രതീക്ഷയാണ് അത് നന്നാവും എന്നുള്ളത്. സാർ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് മലയാളിയാണ്. ഇതൊരു മലയാളിയുടെ മാത്രം ചിന്തയാതോ അതോ നമ്മൾ ഇൻ ജനറൽ സഞ്ചാരികൾ ദേശാടന പക്ഷികളെ പോലെയാണോ നമ്മൾ? 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളികളിൽ പുതിയത് തേടിപ്പോകാനുള്ള ഒരു വാസനയുണ്ട്. അത് പണ്ട് മുതലുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 150 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അന്നൊക്കെ മലേയിലേക്ക് പോവുക, ബർമയിലേക്ക് പോവുക, പിന്നെ അതിനുമുമ്പ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക, ബോംബെ, ഒത്തിരി പേരുണ്ട്. അങ്ങനെയൊക്കെ ആളുകൾ അവസരങ്ങൾ തേടിപ്പിടിക്കുന്നതിൽ മിടുക്കുള്ളവരെ നമ്മൾ അങ്ങനെ പോയ ആളുകളുണ്ട്. പിന്നെ 2, ഈ പറഞ്ഞ ഈ കരിയറിന് നല്ലത് അല്ലെങ്കിൽ ജീവിത സൗകര്യം കൂടുതൽ എന്നുള്ള ഒരു തരം തോന്നൽ, അക്കരപ്പച്ച എന്ന് വേണേൽ പറയാവുന്ന. ഇവിടെ ഇരിക്കുമ്പോൾ അവിടെയാണ് കുറച്ചുകൂടെ നല്ലത്, അവിടെ ഇരിക്കുമ്പോൾ മറ്റേടാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങൾക്കുണ്ട്. 3ാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പോയ ആളുകൾക്ക് അവരുടെ നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അവൻ ഓൾറെഡി വേറൊരിടത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളൊരു ഇമേജാണ് ഉള്ളത്. അവിടെ അവർ നേരിടുന്ന വെല്ലുവിളികളൊന്നും നാട്ടിൽ ഉള്ളവർക്ക് അറിയില്ല, പറയുകയില്ല. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഒരു പരാജിതനാണെന്നാണ് നാട്ടുകാർ സങ്കല്പിക്കുന്നത്. അല്ലാതെ വരുന്നവരുണ്ട് എത്രയോ. ഇപ്പോൾ എൻ്റെ ചില ബന്ധുക്കളുണ്ട്, എൻ്റെ അങ്കിളൊക്കെ ഉണ്ട്. അവരൊക്കെ 10-55 വയസ്സ് വരെ US നല്ല ഗംഭീരമായിട്ട് ജീവിച്ചിട്ട് ആ സമ്പത്തുമായിട്ട് ഇവിടെ വന്ന് രാജകീയമായിട്ട് ഇപ്പോഴും ജീവിക്കുക. അപ്പോൾ അതിന് ധൈര്യമുള്ള ആളുകൾക്ക് അവിടുത്തേക്കാൾ ആസ്വാദ്യമായിരിക്കും ഇവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ സോഷ്യൽ ഫാബ്രിക് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലുള്ള ഓണം, വിഷു, ക്രിസ്മസ് ആഘോഷങ്ങൾ, ഈ പറഞ്ഞ ഇപ്പം വെള്ളപ്പൊക്കം പോലും ആളുകൾ ഇരുന്ന് ഇങ്ങനെ ലൈവ് കമൻ്ററി കണ്ട് ആസ്വദിക്കുകയാണല്ലോ. ഈ വെള്ളപ്പൊക്കം കാണുമ്പോൾ, മഴ പെയ്യുമ്പോൾ നമ്മൾ ജോൺസൺ മാഷിൻ്റെ പാട്ടും കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആസ്വാദിക്കുന്ന ജനമാണ് നമ്മൾ, അല്ലേ? പ്രളയം ഉണ്ടായാൽ ആ പ്രളയം ഉണ്ടാവാത്തവർക്കല്ലാതെ ഒരു ആസ്വാദ്യമായ പരിപാടിയാണ്. ഞാനതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് ഓർത്തിരിക്കാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ റീസെൻ്റ്ലി കണ്ടു. അപ്പോൾ നമ്മൾ രസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു വിഷയമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ ഒരു 10 കമന്റ് നല്ല രസികന്മാരുടെ ആയിരിക്കും, ട്രോളുകൾ. അപ്പം നല്ല ക്രിയേറ്റിവിറ്റിയും ആസ്വാദന ബോധവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ നമ്മൾ. അത് ചില നേരത്തിച്ച് അതിന് വിട്ടുപോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ല സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ഭീതി ഭയങ്കരമായിട്ട് മലയാളിക്കുണ്ട്. അതാണ് വലിയൊരു ശതമാനം തിരിച്ചു വരാത്തതിൻ്റെ ഒരു കാര്യം. ഗൾഫിൽ പോകുന്നവൻ തിരിച്ചു വരുന്നതിനെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്, തിരിച്ചു വരണം എന്ന് തന്നെ ആളുകൾ ആഗ്രഹിക്കുന്നു, അവരും ആഗ്രഹിക്കുന്നു. എന്നാൽ യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ അല്ലെങ്കിൽ US പോയ ഒരാൾ തിരിച്ചു വരുന്നത് എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് ആളുകൾ ധരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് വരാത്തവരുമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസമില്ല. ഇവർ പോയത് ചിലപ്പോൾ വളരെ ചെറിയ പ്രായത്തിലായിരിക്കാം. ഇവിടുത്തെ സിസ്റ്റങ്ങൾ അറിയില്ല, ഇവിടുത്തെ ഒരു സംവിധാനമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതൊരു വലിയ പ്രശ്നമാണ്. എൻ്റെ കുട്ടി അവിടെ ആണ് ജനിച്ചു വളർന്നതെങ്കിൽ അവനൊരു 10-15 വയസ്സ് കഴിയുമ്പോൾ ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരില്ല. അവർക്ക് അവിടുത്തെ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ പൊരുത്തപ്പെട്ടു പോയി. ആ സിസ്റ്റമാണ് അവർ ആസ്വദിക്കുന്നത്. ഇവിടെ വന്ന് ആ റഫായിട്ടുള്ള നമ്മുടെ ഈ യുദ്ധം ചെയ്ത് മല്ല് പിടിച്ച് ബസ്സിൽ കയറുക, ഇടികൂടുക, റേഷൻ കടയിൽ പോയി സാധനം മേടിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ആ പഴയ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഭാഗമാകാനൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. ഇവരൊന്നും റേഷൻ കടയിൽ പോകേണ്ടി വരുമായിട്ടല്ല ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങാതെ പഞ്ചായത്തിൽ പോവുക, ഇതൊക്കെ ആളുകൾക്ക് പഴയ ശൈലി തന്നെ ഇപ്പോഴും നടക്കുന്നതെന്നാണ് ധാരണ. അതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരാനുള്ളൊരു ഭയമുണ്ട്. അതാണ് ഒരു പ്രധാന കാര്യം. ഇപ്പം റീസെൻ്റ്ലി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു കാഴ്ചയാണ്. ഇപ്പം ഏറ്റവും അടുത്തുണ്ടായത് ഒരു റാപ്പറെ കുറിച്ചുണ്ടായൊരു സംഭവത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആസ്വാദികരമായ കമൻറ്റുകളുണ്ട്. പക്ഷേ എത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെങ്കിലും അയാളെ താറടിക്കുക, അടിച്ചകത്ത്, അതാരും ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചാൽ, ഒരാളൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാധ്യമ വിചാരണയായി. പണ്ട് ചാനലുകളിൽ അല്ലെങ്കിൽ ആദ്യം പത്രം പിന്നെ ചാനലിൽ വന്നതിന് പകരം ഇപ്പോൾ സോഷ്യൽ മീഡിയ അടിച്ച് ആക്ഷേപിച്ച് ആ 2 ദിവസം കൊണ്ട് അയാൾ ഇല്ലാണ്ടാക്കുകയാണ്.
ചിലതൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അറിയുക. അത് അങ്ങനെ ഒരു കാര്യമല്ല. എൻറ്റയർലി കഥ സർ പറഞ്ഞ പോലെ പകുതി സത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ കൂടാതെ തന്നെ കള്ളങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റി ഇവിടെ നിന്ന് ഇച്ചിരി മെച്യൂരിറ്റി ഉള്ളവർക്ക് മനസ്സിലാക്കാം കാത്തിരുന്നിട്ട് റിയാക്ട് ചെയ്യാമെന്ന്. പക്ഷെ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ആദ്യം ഒരുത്തൻ ചെയ്ത ബാക്കി എല്ലാവരും ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കാറുണ്ട്. സർ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ സാറിൻ്റെ രക്തവും തിളയ്ക്കാറുണ്ടോ? രക്തമൊക്കെ തിളയ്ക്കും. പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കാറില്ല. അതാണ് കാര്യം. നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിയുണ്ടെങ്കിൽ ഇതിനകത്തൊരു പ്രശ്നം അതിസാധാരണക്കാരായ മനുഷ്യരാണ് ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് അവൻ്റെ അഭിപ്രായം രൂപീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കമൻറ്റ് കണ്ടിട്ട് അഭിപ്രായം രൂപീകരിക്കുന്ന ആളെന്ന് പറയുന്നത് യാതൊരു സ്വയം ബോധവും ഇല്ലാത്ത ഒരാളാണ്. ഈ കമൻ്റ് ഇട്ട അയാൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? അയാൾക്കൊരു താല്പര്യം ഉണ്ടാവും. ഞാനത് അയാളെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആരെക്കുറിച്ചാണെങ്കിലും അയാളെ എനിക്കറിയാത്തടത്തോളം കാലം എങ്ങനെയാണ് ഞാനൊരു അഭിപ്രായം രൂപീകരിക്കുക? ഇപ്പം ഒന്നാലോചിച്ച് നോക്കിയാൽ, ഇപ്പം 1 ലക്ഷത്തിൽ താഴെ കോപ്പികൾ വിറ്റിരുന്ന MT വാസുദേവൻ നായർ എഡിറ്ററായിരുന്ന പ്രസിദ്ധീകരണങ്ങളുള്ളപ്പോൾ തന്നെ പൾപ്പ് 16 ലക്ഷം 20 ലക്ഷം വിറ്റുകൊണ്ടിരുന്ന സംസ്ഥാന കേരളം. അപ്പോൾ ഏതിനായിരിക്കും ഇവിടെ ഓട്ടം കൂടുതലെന്നും കൂടുതൽ പറയണം? അതെ. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബർ ആകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ മനസ്സെന്ത് അതാണ് കാര്യം. നിങ്ങൾ ഈ 16 ലക്ഷം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ നിന്ന് കൈയടിക്കുകയോ കൂക്കി വിളിക്കുകയോ ചെയ്യുന്ന ആളാണോ, അത് ഈ 1 ലക്ഷത്തിൽ താഴെ മാത്രം സബ്സ്ക്രിപ്ഷനുള്ള അതിൻ്റെ ഭാഗമായി നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരാകുക എന്നുള്ളതാണ് ചോദ്യം. ബഹുഭൂരിപക്ഷം അങ്ങനെയല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഇട്ട് നോക്കിയേ, അതിനകത്ത് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അറിയുമോ? പലതും ഫേക്കാണ്. ഫേക്കെന്ന് മാത്രമല്ല, നിങ്ങൾ അറിയുന്ന ഒരാൾ അതിനകത്ത് പോയി കമൻറ്റ് ഇടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം വിവരമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലയബിളായ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അടി പോയി കമൻറ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കറിയാവുന്ന ആരുടെയും ഇതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആരായിരിക്കും കമൻറ്റ് ഇടുന്നത്? പണ്ട് ഈ കവലയിലൊക്കെ നിന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ കമൻറ്റ് ഇടുന്ന ആളുകൾ മറ്റവരെന്തുകൊണ്ട് കമൻറ്റ് ഇടുന്നില്ല എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. അതെ, അവർക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ. അത് നമ്മുടെ പ്രേക്ഷകരും ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരും ചിന്തിച്ചാൽ മതി. അതായത് ഈ കമൻറ്റ് ഇട്ട് ഒരാളും നമ്മളറിയുന്ന ഒരു പ്രതിഭാശാലിയുടെ കമൻറ്റ് ഇതിനകത്ത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വിദഗ്ധൻ്റെ കമൻറ്റ് ഇതിനകത്ത് കാണുന്നില്ല. ഈ കണ്ട കമൻ്റ് എല്ലാം ഏതെങ്കിലും തെറ്റായ പേരുകളും ഓമനപ്പേരുകളും തെറ്റിച്ച പേരുകളും ഇട്ടിട്ടുള്ള കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴായിട്ട് കഞ്ചാവ് കേസുകൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് കേസ് വന്നു കഴിയുമ്പോൾ അത് അറിയപ്പെടുന്ന ആളുകളുടെ കഞ്ചാവ് കേസുകളാണല്ലോ വരുന്നത്. അപ്പോഴാണല്ലോ അത് വാർത്തയാവുന്നത്. വന്നു കഴിയുമ്പോൾ ഇത്രയൊക്കെ അയാൾ ആയതുകൊണ്ട് ഇത് സാരമില്ല, അയാളിങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് ഇത് സാരമില്ല. അപ്പോൾ ഈ സാരമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിനെയാണ് നിസ്സാരവൽക്കരിക്കുന്നത്. എന്നിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇടുകയാണല്ലോ. അപ്പോൾ കമൻറ്റ് ഇടുന്നതിൽ വളരെയധികമായിട്ട് ഇത് ഡ്രഗ്സ്, അത് നോർമലൈസ് ചെയ്തുള്ള കമൻറ്റുകളാണ് ഇത് വരുന്നത്. ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയാണോ? ഒരു വ്യക്തിക്കും സമൂഹത്തിനും ദ്രോഹമാകുന്ന ഒന്നും ലീഗലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അത് കുഴപ്പമില്ല, അത് അപകടകാരിയല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ലീഗലൈസ് ചെയ്തോളൂ. അതാരാണ് തീരുമാനിക്കേണ്ടത്? ഞാനീ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത്. അത് സമൂഹത്തിൽ അതിനൊക്കെയുള്ള സംവിധാനം. നമ്മൾ ഈ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയാൽ പോരല്ലോ. IIT-കളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അവർ പഠിച്ചിട്ട് റിപ്പോർട്ട് പറയട്ടെ, അവരോട് ചോദിക്കേ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു പാലം പണിയുമ്പോൾ എത്ര കമ്പി ഇടണമെന്ന് രാഷ്ട്രീയക്കാരനല്ലല്ലോ തീരുമാനിക്കുന്നത്, എഞ്ചിനീയർ അല്ലേ. റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഏതാണ് ഇന്ധനം ഉപയോഗിക്കേണ്ടതെന്ന് രാഷ്ട്രീയക്കാർ, പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്, ISRO ശാസ്ത്രജ്ഞന്മാരല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അതിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ, അവരോട് അഭിപ്രായം ചോദിക്കണം, അവരുടെ കമ്മിറ്റി ഫോം ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ പഠിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ റിപ്പോർട്ട്സ് എടുക്കാൻ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇൻ്റർനെറ്റിൽ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്ത റിസർച്ച് ചെയ്ത പേപ്പറുകൾ കിട്ടിയാലാത്ത? അപ്പം ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം വേറെയല്ലേ. ഇതൊന്നും യഥാർത്ഥത്തിൽ നടപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്കിഷ്ടപ്പെട്ട ആളുകളെ ഞാൻ സംരക്ഷിക്കും, എനിക്കിഷ്ടപ്പെടാത്തവരെ ഞാൻ തകർക്കും. അത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. പല സ്ഥലത്ത് ഞാൻ കണ്ടൊരു കമൻറ്റാണ്, മതം ദൈവത്തെ മറന്നു, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫോളോ ചെയ്യായിരുന്നെങ്കിൽ ഇതൊന്നും ആരും ഇങ്ങനെ ചെയ്യില്ല
ദൈവത്തെ മറന്നു, മതങ്ങളെ നിന്ദിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഈ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ അവിടെ കണ്ടു. മതം എപ്പോഴും വളരെ മുകളിൽ നിൽക്കുകയാണ് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതിനുവേണ്ടി കമൻറ്റ് ചെയ്യുന്നവരും ആ വഴി പോകുന്നവരും ഉണ്ട്. സാർ എപ്പോഴെങ്കിലും അതിന് ആ ഒരു മതത്തെക്കുറിച്ചുള്ളൊരു ഇത് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്? ഞാൻ ചിന്തിക്കാറുണ്ട്, ഒന്നുമില്ലായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ, യുദ്ധങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ സാറ് മതത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മതവും ദൈവവും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ഈ മതവും ദൈവവും വ്യക്തിപരമായ കാര്യങ്ങളുമാണ്. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം ദൈവം ആവശ്യമുണ്ടായിരിക്കാം, താങ്കൾക്ക് ചിലപ്പം ദൈവചിന്ത പോലും ഇല്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ ധൈര്യമോടെ ജീവിക്കാനുള്ള മനഃശക്തിയുള്ള ആളായിരിക്കാം. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കണ്ടക്ടർക്ക് അറിയാം, ബാലൻസ് ഉണ്ട്. എന്നാൽ പാസഞ്ചേഴ്സ് മുകളിലത്തെ കമ്പി പിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാ ഈ മുകളിൽ പിടിക്കാൻ കിട്ടിയൊരു കമ്പിയാണ് ദൈവം. അതേ പിടിച്ചാൽ നമുക്കൊരു ധൈര്യമാണ്, വീഴില്ല. ഒരു ബ്രേക്ക് ചവിട്ടിയാലും നമ്മൾ അതിജീവിക്കും. ആ ഒരു പിടുത്തം അത് വേണ്ടവരും ബലമായിട്ട് അതേ തന്നെ പിടിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. വേണ്ടവർ ഡെഫിനറ്റ്ലി ബാലൻസ് വേണം. ഈ കണ്ടക്ടർക്ക് സുപരിചിതമായി ഇത്രയും വർഷങ്ങളായി അയാൾക്കറിയാം ഇത് ബ്രേക്ക് ചവിട്ടിയാൽ അയാൾ നിൽക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. മനസ്സിലായില്ലേ? മുമ്പോട്ടും പുറകോട്ടും കാല് വെച്ചിട്ട് അയാൾ നിൽക്കുക. ചാരി അയാളൊരു ട്രൈപ്പോഡ് നാട്ടി വെച്ച പോലെ അയാൾ നിൽക്കുക, ബസ്സിൽ നിൽക്കുക. അയാൾക്കറിയാം ഒരുമാതിരി ചവിട്ടൊക്കെ വന്നാലും അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും ഞാൻ ബാലൻസ് ചെയ്യും. അയാൾക്ക് ഈ കമ്പി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തീരെ അത്യാവശ്യം ചിലപ്പോൾ അയാളും കയറി പിടിച്ചൊന്നും ഇരിക്കും. അപ്പം ഇതാണ്. അല്ലാതെ അതിനെ നമ്മൾ ദൈവം അല്ലെങ്കിൽ മതം വേണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും അർത്ഥശൂന്യമായൊരു ചർച്ചയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വ്യക്തിപരമായിട്ടാണ്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, വ്യക്തിപരമാണ് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം. എനിക്ക് ഇപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു നിയമാവലി മുഴുവൻ കാണാതെ പഠിച്ചനുസരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ ലോജിക്കുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. അല്ലെങ്കിൽ മതം നമ്മളെ പഠിപ്പിച്ചതൊക്കെ അതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ നടപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ആ നിയമങ്ങൾക്കപ്പുറമായി എന്നുണ്ടെങ്കിൽ, ഇപ്പം മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 10 കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. ഈ കൽപ്പനകളിലൊന്നും തെറ്റുവരുത്താൻ പാടില്ല. അങ്ങനെ വെച്ചാൽ അയാൾ തെറ്റില്ലാത്തൊരു മനുഷ്യനാണെന്ന് വേണേൽ പറയാം. ഈ 10 കൽപ്പനകളല്ല, ഒരു 20 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന എനിക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഈ 10 കൽപ്പനയല്ല, പിന്നെയും ഒരു 10 കൽപ്പനയും കൂടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മതത്തിന് ഉപരിയായുള്ളൊരു ഫിലോസഫിയിൽ ഞാൻ എത്തിയെന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ 10 കൽപ്പനകളെല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ കൽപ്പനയായി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി ഉദാത്തമായൊരു ജീവിതം നയിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനി, കഴിഞ്ഞ മരിച്ചുപോയ പോപ്പ് പറഞ്ഞതുപോലെ പണ്ട് പറയുമായിരുന്നല്ലോ, ക്രിസ്ത്യാനികൾ സ്വർഗത്തിന് അവകാശികളാവണമെങ്കിൽ ക്രിസ്ത്യാനി ആവണമെന്നൊക്കെ വിശ്വാസം. അതിൻ്റെ ആവശ്യമില്ല, ഏത് മതത്തിലുള്ളവർക്ക് സ്വർഗത്തിലെത്താമെന്ന് പോപ്പ് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ ഫ്രാൻസിസ് പറഞ്ഞത്. പിന്നെ അപ്പം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മതം വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ പറഞ്ഞ മതവിശ്വാസിക്കുന്നതിനപ്പുറമുള്ള ഉദാത്തമായൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇതിനെയൊക്കെ പ്രത്യേക രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും അങ്ങനെ വിശ്വാസി സമൂഹത്തെ നിലനിർത്തേണ്ടതും ഒക്കെ മതം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമാണ്. അതെ, പിടികിട്ടിയോ? അതെ. ആ ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കണ്ടേ? എത്രയോ ആയിരം ആളുകളുടെ ഈ മതം കൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാതെ പോരുത്. ഈ മതമില്ലാതാകുമ്പോൾ തൊഴിൽ രഹിതരാകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഉണ്ട്. ഇപ്പം ഗൂഗിൾ പൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ തൊഴിൽ നഷ്ടം മതങ്ങൾ നിരോധിച്ചാൽ ഉണ്ടാവും. ശരിയല്ലേ? അതെ, അതെ. അപ്പോൾ ഗൂഗിൾ പൂട്ടാതിരിക്കാൻ ഗൂഗിളിലെ എല്ലാ ആളുകളും ശ്രമിക്കില്ലേ? ഗൂഗിളിലെ എംപ്ലോയീസ് മുതൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മുതൽ ആ രാഷ്ട്രം മുതൽ ഗൂഗിൾ പ്രവർത്തിക്കുന്ന രാജ്യം വരെ ശ്രമിക്കില്ലേ ഗൂഗിൾ പൂട്ടിപ്പോകാതിരിക്കാൻ? ആ രാജ്യത്തിനുണ്ടാക്കി കിട്ടുന്ന സമ്പത്ത് അത്രയാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ മതത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് 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 പാടില്ല എന്ന് അതിൻ്റെ ബെനിഫിഷ്യറീസ് തീർച്ചയായിട്ടും ചിന്തിക്കും, പ്രവർത്തിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പലരുടെ അടുത്തും പറയാറുണ്ട്, കണ്ണടച്ച് കിടക്കുന്ന ഉടനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സമാധാന ജീവിതത്തിൽ വേണ്ടതെന്ന്. പക്ഷേ റീസെൻ്റ്ലി നമ്മൾ ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ ഒരു വിഷം പോലെ എനിക്ക് തോന്നാറുള്ളത് സോഷ്യൽ മീഡിയ ആണ്. എന്താണെന്ന് വെച്ചാൽ സക്സസ് എന്ന് പറയുന്നൊരു ചെറിയ വാക്ക് മാത്രം ഞാൻ എടുക്കാം.
താങ്കളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും അളക്കുന്നത്, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ആയിക്കോട്ടെ, ബിസിനസ് ഉണ്ട്, നല്ല കാറുണ്ട്, പുള്ളി യാത്രകൾ ചെയ്യുന്നുണ്ട്, കൊള്ളാം, നല്ല മിടുക്കനാണ്, ഈസ് എ സക്സസ്ഫുൾ മാൻ എന്നങ്ങ് പറയുന്നു. അങ്ങനെയുള്ള എല്ലാം വെച്ച് ആളുകൾ അളന്നു തുടങ്ങി. വലിയ കാറുകളുള്ളവർ, വലിയ വീടുകളുള്ളവർ, സോഷ്യൽ മീഡിയയിലുള്ളവർ, ദേ ആർ ഓൾ സക്സസ്ഫുൾ. അപ്പോൾ ഈ സാധാരണ സ്വപ്നങ്ങളുമായി ചെറിയ വീടുകളിൽ ജോലിയെടുത്തു വന്നു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫാമിലി ഒരു സക്സസ്ഫുൾ ഫാമിലി അല്ല എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് ഇതിനേക്കാളും വലിയൊരു വിപത്തായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നത് സക്സസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതല്ലേ? ഈ സക്സസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം സാധാരണ എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്സാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത് സിമ്പിളായിട്ടുള്ള കാര്യം. പലപ്പോഴും അത് എത്താതെ പോകുന്നതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടാണ്. അവരെ ആ ആളുകൾ സ്വയം തിരിച്ചറിയുന്നതിൽ വരുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സായി മാറുന്ന ആളുകൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു 10,000, 3,000 അല്ലെങ്കിൽ 4,000, 5,000 പേരെ കേരളത്തിലുള്ളോ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവർ, അല്ല അനലിറ്റിക്കൽ സ്കില്ലുകളുള്ളവർ? ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കമൻറ്റ് ഇട്ടോൻ ആ പ്രോഗ്രാം ഇട്ടോനേക്കാൻ എടുക്കാനാണല്ലോ എന്ന്. ശരിയാണ്, അത്ര ക്രിയേറ്റീവ് ആയിട്ട് കമന്റ്സ് കാണാറുണ്ട്. അവരുടെയൊക്കെ സ്കിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ട, ഇവിടെ ഒരു ട്രേഡ് യൂണിയനെയും ഭയപ്പെടേണ്ട, ഒരു സർക്കാരിന്റെ ലൈസൻസ് വേണ്ട, ഒരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇത്രയൊക്കെ മതി അല്ലേ? അതെ, അത്യാവശ്യം കോമൺ സെൻസും നാക്കിനുള്ളൊരു മിടുക്കും ഒരു മൊബൈൽ ഫോണും കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കും. പറ്റും. മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരും ഇല്ല ഇന്നത്തെ കാലത്ത്. എന്നിട്ടും അവരൊന്നും ചെയ്യാതെയും അതിലേക്ക് വരാത്തതിന്റെ കാര്യം എന്താ? മനോഭാവവും വീക്ഷണത്തിന്റെ പോരായ്മയല്ലേ? അതെ, അതിനുള്ള എഫർട്ട് എടുക്കാനുള്ള മനസ്സില്ലായ്മ. എനിക്ക് എൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആളുകളെ തന്നെ അറിയാം. അവർ വർത്തമാനം പറയുമ്പോൾ അവർ പ്രതിഭാശാലികളാണ്. പക്ഷേ ഇതിന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവരങ്ങ് നിർത്തും, മെനക്കെടാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങിയതൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ഒരു യാത്ര നടത്താൻ ഞാൻ നടത്തിയ കഷ്ടപ്പാട് എത്രയാണെന്ന് എനിക്കേ അറിയൂ. ഇത് എവിടുന്ന്? അപ്പം ഒരിടത്തൊന്നും സപ്പോർട്ടില്ല. ഒന്ന്, എൻ്റെ കുടുംബത്തിൽ ആർക്കും ടെലിവിഷൻ്റെയോ അല്ലെങ്കിൽ ഇത്തരം സാധനത്തിൻ്റെ ഒരു പാരമ്പര്യമില്ല. അതിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം വിഷ്വൽ മീഡിയ ഫാമിലി ഒന്നും അല്ല നമ്മുടേത്. അധ്യാപകരാണ്. ഈ അധ്യാപകരെന്ന് പറയുന്നവർക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അവരാണ് ഏറ്റവും നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ നന്നാകാൻ വേണ്ടിയിട്ടാ, അമ്മ ടീച്ചറാ, അറിയാമല്ലോ, അപ്പം കൂടുതൽ പറയണ്ടല്ലോ. അപ്പം ഈ സുരക്ഷിതമായ ജീവിതം മക്കൾക്കുണ്ടാവണം, നല്ലൊരു സർക്കാർ ഉദ്യോഗം കിട്ടുന്നതാണ് ഏറ്റവും വിജയം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം അന്ന്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിതാവ് ചിന്തിച്ചിട്ടുണ്ടാവുക, ഇത് എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇവൻ എപ്പോഴും ഉണ്ടാവണം എന്നായിരിക്കും. നമ്മുടെ സ്വപ്നം അതൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻസ് ഉണ്ടാകും. ആ ഫ്രിക്ഷനിൽ തന്നെയാണ് ഞാൻ വളർന്നതും. ഈ പുതിയൊരു സംരംഭം, സഫാരി, സഞ്ചാരം, ഇങ്ങനെയൊക്കെയുള്ള മറ്റൊരു സ്ട്രീം അതിനകത്ത് യുദ്ധം ചെയ്തുണ്ടാക്കുക. നമ്മൾ നാട്ടുകാരോട് യുദ്ധം ചെയ്യുന്നതിന് എളുപ്പമാണ്, നമുക്കൊന്നും നോക്കണ്ട. അതെ, വീട്ടുകാരോട് യുദ്ധം ചെയ്തിട്ട് പോകണ്ടെങ്കിലോ ഒന്ന് ആലോചിക്കുക. ഇതൊന്നും മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കതെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കാനും പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? നാണക്കേടല്ലേ? അപ്പം അവിടെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയാണ് സഞ്ചാരം ഒന്ന് മനുഷ്യനറിയുന്ന ഒരു സാധനമാക്കി മാറ്റിയെന്നുള്ളതിൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം ഈ സ്ട്രഗിളിൻ്റെ പകുതിയെങ്കിലും എടുക്കാൻ തയ്യാറുള്ളവരൊക്കെ എന്നേക്കാൻ എടുക്കാനാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്ത പലതിലും ഈ ഭാഗ്യക്കേട് കൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അത്ര വലിയൊരു ബിസിനസ്സുകാരനല്ല, അതാ സത്യം. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും പല ബ്ലോഗർമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവനൊക്കെ എന്ത് നല്ല മിടുക്കൻ ബിസിനസ്സുകാരനാണ്, ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്, സഫാരി പരസ്യമില്ലാതെ ഓടിക്കൂ, അതിനകത്തുനിന്ന് ഒരു മാസം എനിക്ക് എത്ര കോടി രൂപ വേണേൽ ഉണ്ടാക്കാം, അതിൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യത മുഴുവൻ ഞാൻ ഉപയോഗിച്ചാൽ. സത്യം. അപ്പം ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനേ അല്ല. അപ്പം എൻ്റെ പകുതി ബുദ്ധിയോ ബോധമോ അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാനോ തയ്യാറുള്ള ആളൊക്കെ എന്നേക്കാൻ മിടുക്കന്മാരായിട്ടുണ്ടാവുന്നുള്ള ഒരു സംശയമില്ല, ഒരു സംശയം വേണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മളൊന്ന് എഫേർട്ട് എടുത്താൽ മതി. ഈ പറഞ്ഞ സാധാരണക്കാരെ, ജീവിതത്തിൽ എങ്ങും എത്താത്തവർ, എത്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഇനിയും നടപ്പാകാനുണ്ടെന്ന് വിശ്വസിക്കുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് ഞാൻ കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒന്ന് മാറി നടന്നാൽ ഞാൻ വിജയിക്കുമെന്ന് അങ്ങ് വിശ്വസിച്ചാൽ മതി. അത് ശരിക്കും എൻ്റെ വഴിയെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധി കാണിക്കണം, അത് ചിന്തിക്കണം കുറച്ച്. ഒരാൾ വിജയിച്ചെങ്കിൽ അവൻ്റെ മിടുക്കും കഠിനാധ്വാനവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ലോട്ടറി അടിച്ച്, അതായത് ഭാഗ്യത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രം ലോട്ടറി അടിച്ച് അത് കഴിഞ്ഞ് ജീവിതം വിജയമാകുക, സംരംഭകരാകുക, വലിയ പ്രതിഭാശാലികളായി മാറി ആരെങ്കിലും നിങ്ങൾക്കറിയൂ? ലോട്ടറി അടിച്ചിട്ട് പൊട്ടിപ്പോയ ഒരുപാട് പേരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ലോട്ടറി അടിച്ചവരെ ആ കാശ് ബാങ്കിൽ നിന്ന് എടുക്കുന്നിടം വരെയുള്ള വാർത്തയല്ലാതെ പിന്നീട് ആരെയും കണ്ടിട്ടില്ല അവരെ. ഇല്ല.
അവർ ചിലപ്പോൾ സ്വസ്ഥമായ ജീവിതം നയിക്കുന്നുണ്ടാവാം ബുദ്ധിയുള്ളവരാണെങ്കിൽ. അത് ബാങ്കിലിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മിനിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അവരൊരു MA യൂസഫലി ആയി മാറിയത് കണ്ടിട്ടില്ല. അത്രയും കോടികൾ കയ്യിലേക്ക് കിട്ടിയിട്ടും അവർക്കൊരു വലിയൊരു സംരംഭം ഉണ്ടാക്കാൻ പോയ വളരെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭാഗ്യമല്ല ഒരാളെ മിടുക്കനാക്കുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് കടാക്ഷിക്കുമായിരിക്കാം. അത് നിരന്തരം കഠിനാധ്വാനം ചെയ്യുകയും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്നവന് വല്ലപ്പോഴും ഒരു ഭാഗ്യം കൂടി അടിക്കുമ്പോൾ അവൻ വൻ വിജയമാകും. എന്നാൽ ഈ കഠിനാധ്വാനവും നിരന്തര ശ്രമവും ഇല്ലാത്ത ഒരുത്തിന് ഭാഗ്യം കിട്ടിയാലും അത് ഉപയോഗിക്കാൻ അറിയത്തില്ലാതെ അങ്ങ് പോകും. അതാണ് സംഭവിക്കുക. കാര്യമില്ല. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനിയും നിരന്തര പരിശ്രമശാലിയും ലക്ഷ്യബോധമുള്ള ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ ഗുണമുള്ളൂ എന്നതിൻ്റെ അർത്ഥം.